ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഈ വീട് കണ്ടോ, ഈ വീടാണ് ഈ ഏരിയയിൽ ആദ്യമായിട്ട് വന്ന വലിയ വീട്. അമ്പലത്തിൽ പോണ വഴിയുള്ള ഈ വ്യൂ ആണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. നല്ല രസമാണ് കാണാൻ, ഇത് കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ നിങ്ങളെയും കാണിക്കാമെന്ന് വെച്ചു. പോകുന്ന വഴിക്ക് അതാ നമ്മുടെ മെലസ്റ്റോമ ഇങ്ങനെ പൂത്തിരിക്കണു. പിന്നെ എങ്ങനെയാണ് വീഡിയോ എടുക്കാണ്ട് പോടെ. അപ്പോൾ വീഡിയോ എടുത്തു. ഇതിലൊക്കെ താഴെ കിടക്കണ്ടായി, നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ കിടക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലെത്തി. എല്ലാ അമ്പലങ്ങളും പോലെ തന്നെ ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നമ്മുടെ മനസ്സിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളൊന്ന് കൂളാവും. അമ്പലത്തിൽ പോയാൽ ആദ്യം ഗണപതിനെ തൊഴണമെന്ന് പറയണമല്ലോ, ഞങ്ങൾ ആദ്യം തന്നെ അച്ഛമ്മേൻ്റെ അടുത്തേക്ക് പോകണം. ചെല്ലുമ്പോൾ തന്നെ അച്ഛമ്മേനെ കാണണം, എന്നാലും ഒരു തൃപ്തിയാവും. ഇവിടുത്തെ പ്രത്യേകതകളിൽ ഒന്നാണ് ഈ പേരാൽ. ഞങ്ങളൊക്കെ കുഞ്ഞിലെ കുറേ ആടി കളിച്ചിട്ടുള്ള പേരാലാണിത്. എനിക്കൊരു 4 വയസ്സുള്ളപ്പോൾ തൊട്ട് നമ്മൾ ഇങ്ങോട്ട് താമസം മാറി അമ്പലത്തിൽ ഡെയിലി വരുമായിരുന്നു. അങ്ങനെ പ്രത്യേക അടുപ്പാണ് അമ്പലത്തിനോട്. രാമായണ പാരായണമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്കുള്ള പുറപ്പാടാണ്. അപ്പോഴാണ് അപ്പച്ചിക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ ആ പൂക്കളുടെ ഇടയിൽ കയറിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കടയിൽ പോയി പച്ചമുളകും കുറച്ച് സ്നാക്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചീനെ ചാക്കിയിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയായിരുന്നു. ചെറുക്കൻ എൻ്റെ കയ്യിൽ കൂടെ വരാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തുവിട്ടു. അപ്പോൾ പണി കിട്ടി പോകണമെന്ന് കാണുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.